മൃതസഞ്ജീവനി വിദ്യ അറിയാവുന്ന ശുക്രാചാര്യർ ദേവാസുര യുദ്ധത്തിൽ വെച്ച് മരിച്ച അസുരന്മാരെയെല്ലാം ജീവിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിക്ക് ഈ വിദ്യ വശമില്ലാത്തതിനാൽ അസുരന്മാരെ ഭയന്നു കഴിയേണ്ട അവസ്ഥ ദേവന്മാർക്ക് സംജാതമായി. അസുരഗുരുവായ ശുക്രാചാര്യർക്കറിയാവുന്ന ഈ വിദ്യ മനസ്സിലാക്കാൻ ദേവന്മാർ ബൃഹസ്പതി പുത്രനായ കജനെ ഏർപ്പാട് ചെയ്തു. ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ വശത്താക്കി ഈ വിദ്യ കൈക്കലാക്കണമെന്നും ദേവന്മാർ പറഞ്ഞു വിട്ടതനുസരിച്ച് കജൻ ശുക്രാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ദേവ ഇഷ്ടതോഴനായി ഭവിക്കുകയും ചെയ്തു. 1000 വർഷം ബ്രഹ്മചര്യം വ്രതം വാക്കുകൊടുത്തിട്ടാണ് കജൻ ശുക്രാചാര്യരുടെ ശിഷ്യനായത്. എങ്കിലും ദേവയാനിക്ക് കജനോട് വല്ലാത്ത പ്രിയമായിരുന്നു. 500 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മറ്റുള്ള അസുരന്മാർക്ക് കജന്റെ ഉദ്ദേശം മനസ്സിലായി. അവർ കജനെ ഒറ്റയ്ക്ക് കിട്ടിയ നേരം കൊലപ്പെടുത്തി. എന്നാൽ ദേവയാനിയുടെ നിർബന്ധപ്രകാരം ശുക്രാചാര്യർ കജനെ മൃതസഞ്ജീവനി ഉപയോഗിച്ച് ജീവിപ്പിച്ചു. അസുരന്മാർ പിന്നെയും അവസരം കിട്ടിയപ്പോൾ കജനെ കൊലപ്പെടുത്തുകയും ശുക്രാചാര്യർ മൃതസഞ്ജീവനിലൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അസുരന്മാർ കജനെ കൊന്ന് ദഹിപ്പിച്ച ചാരം മദ്യത്തിൽ കലക്കി ശുക്രാചാര്യർക്ക് നൽകുകയും ഇതറിയാതെ ശുക്രാചാര്യർ അത് കുടിക്കുകയും ചെയ്തു. കജനെ കാണാതെ കരഞ്ഞ ദേവയാനിയെ സമാധാനിപ്പിക്കാനായി ശുക്രാചാര്യർ വീണ്ടും കജനെ വിളിച്ചപ്പോൾ ശുക്രന്റെ വയറ്റിനുള്ളിൽ നിന്നും കജൻ വിളി കേൾക്കുകയും നടന്ന സംഭവം പറയുകയും ചെയ്തു. തനിക്ക് രണ്ടുപേരെയും വേണമെന്ന് പറഞ്ഞ ദേവയാനിയുടെ നിർബന്ധത്തിൽ ഒടുവിൽ മൃതസഞ്ജീവനി വിദ്യ കജനെ പഠിപ്പിക്കുകയും ശുക്രാചാര്യരുടെ വയറ് കീറി പൊളിച്ചെത്തിയ കജൻ തന്റെ ഗുരുവിനെ അതേ വിദ്യ ഉപയോഗിച്ച് ജീവിപ്പിക്കുകയും ചെയ്തു. തന്റെ വിദ്യാഭ്യാസ ഉദ്ദേശം പൂർത്തിയായി പോകാൻ തുടങ്ങിയ കജനോട് പ്രണയാഭ്യർത്ഥനയുമായി എത്തിയ ദേവയാനിയെ കജൻ നിരസിച്ചു. ഗുരുവിനെ പോലെ തന്നെ കരുതിയാണ് മകളെയും സേവിച്ചതെന്ന് മാത്രമല്ല ഗുരുവിന്റെ വയറ്റിൽ നിന്നും വന്നവനായോണ്ട് തന്നെ ഇപ്പോൾ ദേവയാനിക്ക് കജൻ സഹോദരനാണെന്നും പറഞ്ഞപ്പോൾ കജന്റെ തപസ്സിനും അറിവിനും ഫലമില്ലാതെ ആകട്ടെ എന്ന് ദേവയാനി ശപിച്ചു. എന്നാൽ ഒരു ഋഷിപുത്രന്മാരും ദേവയാനിയെ വിവാഹം ചെയ്യാതിരിക്കട്ടെ എന്ന് കജനും ശപിച്ച ശേഷം അദ്ദേഹം ദേവലോകത്തേക്ക് യാത്രയായി.